വരുമേ, പ്രിയൻ വരുമേ, രാജാതി രാജാവായി വരുമേ, കർത്താതി കർത്താവായി വരുമേ. പ്രിയൻ വരുമേ, പ്രിയൻ വരുമേ, രാജാതി രാജാവായി വരുമേ, കർത്താതി കർത്താവായി വരുമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. നിരവധി വ്യത്യാസങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും രണ്ടാമത്തെ വരവ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതുമെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്ന പ്രകാരം തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഒരു വലിയ പ്രത്യേകത നമ്മൾ കാണുന്നത് സകല മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈശോ ഒന്നാമത് വന്നത്. എന്നാൽ രണ്ടാമത്തെ വരവിൽ യേശു വരുന്നത് എല്ലാ മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, തന്നെ കാത്തിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്ന, താൻ എന്തിനാണോ ഒന്നാമത്തെ വരവിൽ വന്നത് അത് എന്തിനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ആ രക്ഷ സ്വന്തമാക്കി ആ കർത്താവിനെ എതിരേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് രണ്ടാമത് കടന്നു വരുന്നത്. അപ്പോൾ ഈ രണ്ട് മേഖലകളും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ശരിയായ രീതിയിലൊന്ന് ഒരുങ്ങുവാനായിട്ട് എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് കാത്തിരിക്കുവാനും ഒരുങ്ങുവാനും സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ഈ സന്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില മേഖലകളെക്കുറിച്ചുള്ള സംശയങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് നമ്പറുണ്ട്. 2 നമ്പറുകൾ വാട്സപ്പ് നമ്പറുകളുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അതേ നമ്പറിലേക്ക് തന്നെ അയച്ചു തരുന്നതായിരിക്കും, നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യമുള്ളത്, കോമണായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ കമൻറ്റിലൊക്കെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സംശയമുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും വേറെ പല സംശയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ ശുശ്രൂഷകളും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നൽകുന്നത് നമ്മുടെ താമസത്തുള്ള ധ്യാനങ്ങളിൽ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഓരോ വ്യക്തികളും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് പറയുവാനുള്ള ഒരു കാര്യം, വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലും ലൂക്കാസ് സുവിശേഷത്തിലുമെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. 2 വചനങ്ങൾ നമുക്കൊന്ന് വായിച്ച് കടന്നു പോകാം. നമ്മുടെ ശുശ്രൂഷകളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും പുറകിൽ ഉണ്ടാകും. ഉപവാസ ധ്യാനത്തെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചോളാം. വരാൻ പോകുന്ന ഓൺലൈൻ ധ്യാനങ്ങളെക്കുറിച്ചുമൊക്കെ സൂചന പിന്നെ നൽകിക്കോളാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ തുടർച്ചയായിട്ട് ഇത് കാണണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കാസ് സുവിശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു അത്. ആ സദ്വാർത്ത എന്താണ്? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആ ഒരു സന്ദേശമായിരുന്നു ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് അവിടെ പറയുകയാണ്. ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ
ഏറ്റവും വലിയൊരു സദ്വാർത്തയായിരുന്നു സകല ജനത്തെയും രക്ഷിക്കുവാനായി യേശു എന്ന രക്ഷകൻ വന്നിരിക്കുന്നു, ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ 9 മാസവും ഏതാനും ദിവസങ്ങളായിരുന്നു കൊണ്ട് ഈ ഭൂമിയിലേക്ക് പരിശുദ്ധ അമ്മ ജനിപ്പിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായി പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധ അമ്മ ഗർഭസ്ഥയായി അങ്ങനെയാണ് കടന്നു വന്നത്. നമുക്ക് വചനത്തിലൂടെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ശിമിയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തി പറയുന്നൊരു വാക്കുണ്ട്, 31-ാം തിരുവചനം: സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന, പിതാവായ ദൈവമേ, അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അന്ന എന്ന് പറയുന്ന 84 വയസ്സുള്ള വിധവ, അവർ കന്യാപ്രായം മുതൽ 7 വർഷക്കാലം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. അതിനുശേഷം ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ 84 വയസ്സുണ്ടവർക്ക്. അവർ 84 വയസ്സുള്ള ആ വിധവ ദൈവാലയത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഉപവസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും രക്ഷകൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ വരവിൻ്റെ ഒരു മേഖലയാണ് നമ്മൾ വായിച്ചത്. ഈ രണ്ടാമത്തെ വരവിൻ്റെ ഒരു മേഖലയെക്കുറിച്ച് ഹെബ്രായക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിരവധി വചനങ്ങളുണ്ട്, അതിൽ ചില പ്രധാനപ്പെട്ടതല്ല, ചില വചനങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുന്നു. ഹെബ്രായക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 27 നമ്മൾ വായിക്കുന്നു: മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ ആദ്യത്തെ വരവിൽ പാപമോചനത്തിലൂടെയും മറ്റു പല മേഖലകളുമുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ചിന്തിച്ചു പോകാം. ആ മേഖലകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, മനുഷ്യകുലത്തെ രക്ഷിക്കാൻ, പിശാചിനെ ഇല്ലാതാക്കാൻ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ എല്ലാം വേണ്ടിയിട്ടാണ് യേശു വന്നത്. അപ്പോൾ ക്രിസ്തുവിലൂടെയുള്ള ഈ പാപമോചനവും രക്ഷയും സ്വന്തമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അതിൻ്റെ അനുഭവമുള്ളത് കൊണ്ട് വീണ്ടും തന്നെ ഈ ഭൂമിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുവാൻ, രക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രക്ഷ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ഒരു മോചനം ആവശ്യമാണ്. ആദ്യ വരവിൽ വന്നവർക്ക് ലഭിച്ച രക്ഷയുടെ മേഖല ഒന്നാണെങ്കിൽ, രണ്ടാമത്തെ വരവിൽ കർത്താവ് രക്ഷിക്കുന്നത് ഈ പാപനിബിഡമായ ലോകത്തിൻ്റെ മേഖലകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയാണ്. അത് ബൈബിളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ തൻ്റെ വരവിനെക്കുറിച്ചൊക്കെ പറയുന്ന ചില ഭാഗങ്ങൾ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടാം വരവിന് വേണ്ടി കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നിരവധി ധ്യാനങ്ങൾ സംബന്ധിക്കുന്നവരായിരിക്കാം. പല പ്രാവശ്യവും നിങ്ങൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ധ്യാനങ്ങളിൽ സംബന്ധിക്കുന്ന വ്യക്തികളായിരിക്കാം. കുടുംബമായിട്ടോ ഒറ്റപ്പെട്ടോ ഒക്കെ ധ്യാനിക്കുന്നവരായിരിക്കാം. എനിക്ക് നിങ്ങളോടൊന്ന് അപേക്ഷിക്കുവാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. നിരവധി ധ്യാനങ്ങൾ നിങ്ങൾ പങ്കെടുത്തു. എന്നാൽ കർത്താവിന് രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ചില വ്യക്തതകൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന ഒരു ധ്യാനത്തിലേക്ക്, ആ ധ്യാനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ധ്യാനത്തിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരുവാനായിട്ട് തീരുമാനമെടുക്കണം എന്നൊന്ന് പറയുകയാണ്. കാരണം ഈ മേഖലയെക്കുറിച്ച് ഇന്ന് അധികം കാര്യങ്ങൾ നമ്മുടെ കത്തോലിക്കരുടെ ഇടയിൽ അധികം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പറയുന്നില്ല, ബോധ്യപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കടന്നു വന്നൊന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. നിരവധി പേർക്ക് നിരവധി കാര്യങ്ങൾ അറിയാം. ചില മനുഷ്യരെ സംബന്ധിച്ചോളം അവർക്ക് നിരവധി കാര്യങ്ങൾ അറിയാമെങ്കിലും എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല, അത് പൂർണ്ണതയിലാകണമെന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് നമ്മൾക്ക് ദൈവീകമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ശരിയായ അറിവിലേക്കും അതിൻ്റെ പൂർണ്ണതയിലേക്കും നമ്മളെ നയിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരാണ് നിങ്ങൾ പലരും. അതുകൊണ്ട് തന്നെ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള, പ്രത്യാഗമനം എന്നൊരു വാക്കാണ് ബൈബിളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക, ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം. താല്പര്യമുള്ളവർക്കത് സംബന്ധിക്കാവുന്നതാണ്. നിങ്ങൾ വിളിക്കുക, അപ്പോൾ നമ്മൾ
അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും പിന്നെ പറയുന്നതായിരിക്കും. തൊട്ടടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇന്ന് ഒരു ഓൺലൈൻ ധ്യാനം തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാ മാസവും ഒരു ഓൺലൈൻ ധ്യാനവും ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മുടെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുത്തവർക്കും വേണ്ടി, അങ്ങനെ പങ്കെടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ധ്യാനവും, അധികം ക്ലാസ്സുകളെക്കാൾ ഉപരി കൂടുതൽ നേരം കർത്താവിൻ്റെ കൂടെ പ്രാർത്ഥനയിലായിരിക്കുക, കർത്താവിനോട് കൂടെ ചെലവഴിക്കുക, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ തക്കവിധം നമ്മുടെ ആത്മാവ് ഒരുക്കപ്പെടുക, അങ്ങനെയുള്ള ശുശ്രൂഷകളാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ 21 ദിവസവും പൂർണ്ണ ഉപവാസമല്ല, ഭാഗികമായ ഒരു ഉപവാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഡീറ്റെയിൽസൊക്കെ പിന്നെ പറയുന്നതായിരിക്കും. അത് നമ്മൾ ജൂലൈ മാസം, അടുത്ത മാസം 21-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 11-ാം തീയതി വരെയാണത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും താമസമുള്ള ധ്യാനത്തിലോ സംബന്ധിച്ച വ്യക്തികളായിരിക്കണം. ഓൺലൈൻ ധ്യാനത്തിലെങ്കിലും അവർ സംബന്ധിച്ചിട്ടുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു ഓൺലൈൻ ധ്യാനം കൂടെ വരുന്നുണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ്. അത് ജൂലൈ മാസം 11, 12, 13 തീയതികളിലാണ്. എല്ലാം വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചാണ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ നമുക്ക് പിന്നെ ബ്രൗച്ചർ വരുന്നതായിരിക്കും, അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാരണം കർത്താവിൻ്റെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനൊക്കെ വരുന്ന കർത്താവ് വരുമ്പോൾ, കർത്താവ് ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല, മനസ്സിലാക്കിയിരുന്നില്ല, കേട്ടിരുന്നില്ല എന്നുള്ളതൊക്കെ പലപ്പോഴും നമ്മൾ ഒഴിവ് കഴിവ് പറയുന്ന ആ കന്യകമാരെ പോലെയൊക്കെ ചിലപ്പോൾ ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഏറ്റവും ഒരുക്കത്തോടു കൂടി ആയിരിക്കുവാൻ ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മദർ മേരി മിനിസ്ട്രിയുടെ ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ സന്ദേശത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ബ്രൗസറിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രാർത്ഥനാലയമുണ്ട്. അതിൻ്റെ നിർമ്മാണങ്ങൾ ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ ആ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിക്കുവാനോ പ്രാർത്ഥനാലയത്തെ സഹായിക്കുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് ഫോണിലൂടെ സംസാരിക്കാവുന്നതാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിലേക്ക്, മേഖലകളിലേക്ക് കടന്നു വരാം. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ എന്തൊക്കെയാണ് കർത്താവ് ചെയ്തത്? ഒരുപാട് കാര്യം ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം സകല മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. യോഹന്നാൻ പറയുന്നുണ്ട് 3-ാം അധ്യായത്തിൽ, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ഞാൻ ചുരുക്കി പറയുകയാണ്, ഭൂമിയിലേക്ക് വന്നത് ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആരാണ് ശിക്ഷാവിധി കഴിയുക? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെല്ലാം ശിക്ഷാവിധിയിലാണ് എന്ന് വചനം പറയുന്നു. അപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയിലേക്ക് നമ്മളെ നയിക്കാനാണ് യേശു വന്നത്. ഇനി ഒന്നാമത്തെ വരവിൽ നമ്മൾ കാണുന്നത് ഈശോയ്ക്കൊരു ശരീരമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വരവിലും ഈശോയ്ക്ക് ശരീരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഈശോ ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട് ഈ ഭൂമിയിൽ ആദ്യ വരവിൽ വന്നതുപോലെ ജനിക്കുകയോ വളരുകയോ ചെയ്തിട്ടല്ല വരുന്നത്. ഈശോ വരുന്നത് താൻ എപ്രകാരമുള്ള ശരീരത്തോടു കൂടിയാണോ ഇവിടുന്ന് ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് ഇവിടുന്ന് പോയത്, അതേ ശരീരത്തോടു കൂടി. ആ ശരീരത്തിൻ്റെ പ്രത്യേകത, അത് രൂപാന്തരപ്പെട്ട ശരീരമാണ്. കാരണം രൂപാന്തരപ്പെട്ട ശരീരത്തിന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഭൂമിയിലായിരിക്കുന്ന ഒരു ശരീരത്തിനൊരിക്കലും സ്വർഗപ്രവേശനം സാധ്യമല്ല. സ്വർഗം കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, സ്വർഗീയ ഇടങ്ങളിലൂടെ ചിലപ്പോൾ യാത്ര ചെയ്യാനും സാധിച്ചിരിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും ഒരു സ്വർഗീയ പ്രവേശനം, പിതാവിൻ്റെ ഭവനത്തിലെ പ്രവേശനത്തിന് വേണ്ടി നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട ശരീരമായിരിക്കണം. അതുകൊണ്ടാണ് ഉയർപ്പിച്ച ശരീരങ്ങൾ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറയുന്നത്. ഒരു ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിന് മാത്രമേ അപ്രകാരം പറ്റുകയുള്ളൂ. ആ ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിന് കർത്താവ് ഉയർപ്പിക്കുമ്പോൾ അതിന് ഒരു രൂപാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് ഈശോയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്, ഈശോ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യക്ഷപ്പെടുക ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈശോ നടന്നു പോവുകയല്ല, ഈശോ ഏതെങ്കിലും ഒരു മുറിയിലേക്ക് കടന്നു വരുന്നു. അവിടെ വെച്ച് അവരോട് ദൈവരാജ്യ സുവിശേഷം പറയുന്നു, തിരിച്ചവിടുന്ന് പോകുന്നു. പിന്നെ അവരുടെ കൂടെ നടന്ന സംഭവങ്ങളുണ്ട്, എങ്കിലും ആ ശരീരത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
ആദ്യം കർത്താവിനുണ്ടായിരുന്ന ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ജനിക്കുക അതുപോലെ തന്നെയുള്ള, ഞാനിത് പറയുമ്പോൾ ഒരുപാട് മിസ്റ്റിക്കൽ വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കാം. അത് കേൾക്കുന്നവരായിരിക്കാം എന്നെ കേൾക്കുന്ന പലരും. എനിക്കൊന്നേ നിങ്ങളോട് പറയുവാനുള്ളൂ, മിസ്റ്റിക്കൽ വെളിപ്പെടുത്തൽ നിങ്ങൾ വായിക്കാതിരിക്കുന്നവർ നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, വചനത്തിൽ എന്താണോ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് പോകുന്നതാണോ ഒരു വെളിപ്പെടുത്തൽ എന്നുള്ളത് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സ്വകാര്യ വെളിപ്പെടുത്തലുകളിൽ പലപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ചില പൗരസഭ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കെട്ടുകഥകൾ ഈ അന്ത്യകാലങ്ങളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത കഥകൾ, ഓരോ വ്യക്തികളും ഉണ്ടാക്കിയെടുത്ത പല കഥകളും, അങ്ങനെയുള്ള കഥകൾ, ഇതൊക്കെ ഈ കാലഘട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൽപ്പിത കഥകൾ എന്നൊക്കെ പൗരസഭ പറയുന്ന വാക്കുകളുണ്ട്, പത്രോസ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കെട്ടുകഥകളോ കൽപ്പിത കഥകളോ അല്ല, ഇതൊരു കഥയല്ല, ഇത് തീർച്ചയായിട്ടും ജീവിക്കുന്ന കർത്താവിൻ്റെ ഇടപെടലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കാരണം ഞാൻ പലപ്പോഴും കാണുമ്പോൾ ഞാൻ അറിയുന്ന, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം, നമ്മൾ കത്തോലിക്കൽ പലരും ബൈബിൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വേറെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതിൽ ശ്രദ്ധയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിള് നമുക്ക് ഒരു വാക്ക് പോലും ധ്യാനിക്കാൻ മണിക്കൂറുകൾ വേണം. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ ഈ ആയുസ് തികയത്തില്ല. അപ്പോൾ ഉള്ള സമയം കൂടുതലും അതിലൂടെ കടന്നു പോകണം. ഇനി നമ്മൾ കാണുന്നുണ്ട്, ചിലത് നമുക്ക് വ്യാഖ്യാനം കിട്ടേണ്ടതായിട്ടുണ്ട്, ചിലത് നമുക്ക് മനസ്സിലാക്കി തരേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുവാൻ തയ്യാറാണ്. അതുകൊണ്ട് അതിനോട് സഹകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈശോയുടെ ശരീരത്തെക്കുറിച്ചൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ആദ്യം ഉണ്ടായിരുന്ന ശരീരത്തിൻ്റെ പ്രത്യേകത, അത് പാപത്തിൽ നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ശരീരമായിരുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാം തിരുവചനം, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായ ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ആദ്യ വരവിൽ യേശുവിൻ്റെ ശരീരം പാപപരിഹാരത്തിനു വേണ്ടിയിട്ടുള്ള ഒരു ശരീരമായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ മരിക്കേണ്ടതായിട്ട് വന്നത്. രണ്ടാം വരവിലെ കാര്യം പറയുമ്പോൾ ഹെബ്രായർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇനി അവൻ പാപപരിഹാരാർത്ഥമല്ല വരുന്നത്, പിന്നെയോ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുക കൂട്ടിക്കൊണ്ടു പോകാനാണ്. അതുകൊണ്ട് അപ്രകാരമുള്ളൊരു ശരീരം ഇനി ആവശ്യമില്ല എന്നാണ് അവിടെ പറയുക. കാരണം ആ ശരീരം മരിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റൊരു ശരീരമായിട്ട്, ആ ശരീരം തന്നെ ആണെങ്കിൽ പോലും അതിലുള്ള പാപമെല്ലാം മാറി പഴയ മനുഷ്യൻ മാറി ഒരു പുതിയ മനുഷ്യനായിട്ട് മാറ്റപ്പെടുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യനും ഇതിലൂടെ കടന്നു പോകും എന്നൊരു ബോധ്യം കർത്താവ് നമ്മളെ കാണിച്ചു തരികയാണ്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്, ഈ കുരിശിലെ മരണത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈശോ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് ക്രിസ്തുവുമായിട്ട്, ദൈവപിതാവുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോരുന്നു. ഈ ബന്ധത്തെ രക്തം വഴി അവിടുന്ന് ഒന്നിപ്പിക്കുക ചെയ്തു. എഫേസ്യർക്കെഴുതിയ ലേഖനം 2:13 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കൽ വിദൂരസ്ഥരായ നിങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥമായിരിക്കുന്നു. ഇത് പറയുകയാണ്, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുന്നു, ദൈവവും മനുഷ്യനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നു. ഇതേ ഒന്നിപ്പിക്കൽ തന്നെ മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ ഒന്നിപ്പിക്കുന്നു. അങ്ങനെ ശത്രുതയുടെ മതിലുകൾ തകർക്കുകയായിരുന്നു ആദ്യ വരവിലെ ഒരു കാര്യം. രണ്ടാമത്തെ മറ്റൊരു മേഖല നമ്മൾ കാണുന്നത്, അതോടൊപ്പം തന്നെ പറയുകയാണ്, കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. അപ്പോൾ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെ ആധിപത്യം അവിടുന്ന് ഇല്ലാതാക്കി. ഇനി പുതിയൊരു മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് നിന്ന് അന്യജനം തരുന്നു, ശത്രുത അവസാനിപ്പിക്കുന്നു. മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ യേശു തൻ്റെ മരണത്താൽ നശിപ്പിച്ച്, ഹെബ്രായർ ലേഖനം 2:15 അവിടെ പറയുന്നുണ്ട്, മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് പേർക്ക് മരണഭയമുണ്ട്, മരണഭയമുള്ള മനുഷ്യരുണ്ട്. അവർ മരണഭയത്തിലാണ്. എപ്പോൾ മരിക്കും, രോഗം വന്നാൽ മരണഭയമുണ്ട്. അപകടങ്ങൾ കേൾക്കുമ്പോൾ അറിയുമ്പോൾ എല്ലാം മരണഭയമുണ്ട്. ഇപ്പോൾ ഒരു അപകടമുണ്ടാകുന്നു,
ആ അപകടത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, അയ്യോ ഇങ്ങനെയുള്ളൊരു അപകടം എനിക്ക് സംഭവിക്കുമോ, മറ്റേതെങ്കിലും സംഭവിക്കുമോ, അവർക്ക് സംഭവിക്കുമോ, ഇവർക്ക് സംഭവിക്കുമോ, മരണഭയം. എപ്പോഴും മരണത്തിൻ്റെ പിന്നാലെ ഒരു ഭയത്തിൻ്റെ ആധിപത്യം കിടപ്പുണ്ട്. ക്രൂരതയുടെയും ക്രൂരമായി കൊല്ലുമ്പോഴും നമുക്കറിയാം ഒരു ഭയം അവിടെയുണ്ട്. ഇവിടെ പറയുകയാണ്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്ന രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ആദ്യവരവിൻ്റെ രക്ഷയുടെ ഒരു പ്രത്യേകത പിശാചിനെ നമ്മുടെ മേൽ അധികാരത്തെ ഇല്ലാതാക്കുകയാണോ ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് ശരീരം ധരിച്ചു വന്ന് ചെയ്ത കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇനി നമുക്ക് സമയത്തിനൊരു പരിമിതി ഉള്ളത് കൊണ്ട് നമുക്ക് അടുത്ത രണ്ടാം വരവിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും കൂടെ പറയാം. നമ്മളവിടെ കാണുന്നൊരു കാര്യം, കർത്താവ് രണ്ടാമത് വരും എന്നുള്ളതിന് ഉറപ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഈശോ പറയുകയാണ്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പം നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകാൻ എവിടെ നിന്നാണ് കർത്താവ് വന്നത്? യോഹന്നാൻ 16-ാം അധ്യായം 20 പറയുന്നുണ്ട്, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. കണ്ടോ? അപ്പം പിതാവിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നു, ഇനി ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പോൾ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ഇനി വീണ്ടും വരികയാണ്. എന്തിനാണ്? നമ്മളും പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കണം. ലൂക്കാസ് സുവിശേഷം 12:36 നമ്മൾ വായിക്കുന്നുണ്ട്, സദാ ജാഗരൂകരായ ഭൃത്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ തങ്ങളുടെ യജമാനൻ ഇതുപോലെ പറഞ്ഞു പോകുന്നത്, കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ യജമാനൻ മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കണം, ഒരു ഇച്ചിരി കഴിഞ്ഞിട്ടല്ല, മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസാന രക്ഷയുടെ സമയങ്ങളായത് പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 1:5 പറയുന്നുണ്ട്, അവസാന കാലത്ത് വെളിപ്പെടാനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ നിങ്ങൾ വിശ്വാസം വഴി കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അവിടെ ഉഗ്രപീഡനത്തെക്കുറിച്ചൊക്കെ ഒരു സന്ദേശമുണ്ട്. ഉഗ്രപീഡനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഇങ്ങനെയാണ്, അവിടെ പറയുകയാണ്, അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. കണ്ടോ? അവസാന കാലഘട്ടങ്ങളിലെ രക്ഷ ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധന അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ എന്ന് വെച്ചാൽ രണ്ടാം വരവിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. എന്നിട്ട് പറയുകയാണ്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഈശോയെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് അവാജ്യവും മഹത്വപൂർണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അപ്പോസ്തലന്മാരുടെ പ്രത്യാശ വളരെ വലുതായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ പറയുകയാണ്, യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ ഹേതുവാക്കപ്പെടുവാൻ വേണ്ടി നമ്മളെല്ലാം അല്പകാല പരീക്ഷകളിലൂടെ കടന്നു പോകണം. അവിടുന്ന് അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷ എങ്ങനെ ആയിരിക്കണം, എന്നെ ഇവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയുടെ മേഖല നിരവധി സ്ഥലങ്ങൾ അപ്രകാരമുള്ള പറയുന്നുണ്ട്. തീത്തോസിൻ്റെ ലേഖനം 2:13 പറയുന്നുണ്ട്, അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, തെസ്സലോനിയ ലേഖനത്തിൽ 1-ാം ലേഖനം 1:10 പറയുന്നുണ്ട്, അവിടുന്ന് മരിച്ചവൻ ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നമ്മെ വിമോചിപ്പിക്കുന്നവനുമായ യേശു എന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനും വേണ്ടി. കർത്താവിൻ്റെ വരനെക്കുറിച്ചാണ്. വിഗ്രഹങ്ങൾ നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു. വീണ്ടും തെസ്സലോനിയ ലേഖനം 3:13 പറയുന്നുണ്ട്, യേശു ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരോട് കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി
നമ്മുടെ പിതാവായ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ശരിയായ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയെക്കുറിച്ച് ബോധ്യം നമുക്ക് വേണമെന്ന്. നമ്മൾ ഇനിയുള്ള അടുത്ത ആഴ്ചകൾ മുതൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഓരോ സന്ദേശങ്ങളിലും ഈ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ഒരു വലിയ ബോധ്യം നമുക്ക് ആവശ്യമാണ്, അത് നൽകപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള സന്ദേശങ്ങളും തുടർന്ന് കേൾക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ചുരുക്കം പേർ മാത്രമേ ഒരുങ്ങത്തുള്ളൂ. ആ ഒരുങ്ങുന്നവർ ഈ അന്ത്യകാലത്തുണ്ടാകേണ്ട വിശുദ്ധിയെക്കുറിച്ച്, പരിശുദ്ധിയെക്കുറിച്ച്, നീതിയെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളവരായിരിക്കണം. ലോകം തരുന്ന ഒരു നീതിയല്ല ദൈവത്തിൻ്റെ നീതി. ലോകം തരുന്ന ഒരു വിശുദ്ധിയുടെ പഠനമല്ല ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പഠനം, പരിശുദ്ധിയുടെ പഠനം. അതുകൊണ്ട് ലോകം തരുന്നത് അവിടെ മാറ്റിവെച്ച് നമുക്ക് കർത്താവ് തരുന്നതിനെ സ്വന്തമാക്കാൻ തീരുമാനമെടുക്കാം. അപ്രകാരം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുവഴി നമ്മുടെ ആത്മാവ്, മനസ്സും ശരീരവുമെല്ലാം ദൈവസന്നിധിയിൽ ഒരു ശരിയായ സമർപ്പണത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, ഈ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറണം. നിരവധി പേർ കർത്താവിനെ അറിയട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ഒരുങ്ങട്ടെ. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാം. അതിന് കൃത്യമായ രീതിയിൽ കർത്താവ് തരുന്ന ബോധ്യമനുസരിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷത്തോടും സ്നേഹത്തോടും കർത്താവിൻ്റെ വരവിൽ ഒരുങ്ങാം. ഭയമില്ലാതെ കർത്താവിൻ്റെ സ്നേഹത്തിലായിരുന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അതെപ്രകാരമുള്ളതായിരുന്നു എന്നും അതിലൂടെ എന്തെല്ലാം എനിക്കിനിയും ലഭിക്കാനുണ്ട് എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവെ, അങ്ങനെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച് എന്നെ രക്ഷയിലേക്ക് നയിച്ചു. ആ അപ്പൻ്റെ സ്നേഹം എനിക്ക് കാണിച്ചു തന്നു. പരിശുദ്ധാത്മശക്തി എനിക്ക് കാണിച്ചു തന്നു. പരിശുദ്ധ അമ്മയുടെ ആ ഇടപെടലും സ്നേഹവും കാണിച്ചു തന്നു. മാലാഖമാരെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു തന്നു. ഈ അന്ത്യനാളുകളിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാനും ഒരുങ്ങുവാൻ തക്കവിധം ആ വരവിനെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ എനിക്ക് നൽകണമേ. സ്വർഗീയ പിതാവേ, എന്നെ എപ്പോഴും അങ്ങയുടെ കരങ്ങളിൽ വഹിച്ച് താങ്ങി സഹായിക്കണമേ, സ്നേഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്കും തിരുത്തും കൂടെ എന്നെ കഴുകി വിശുദ്ധിയിലേക്കും നയിക്കണമേ. പരിശുദ്ധാത്മാവെ, എന്നെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, എന്നെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ എനിക്കെപ്പോഴും കൂട്ടായിരിക്കണമേ. വിശുദ്ധരെ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവാനുഭവത്തിൻ്റെ കർത്താവിൻ്റെ വരവ് ഒരുങ്ങുവാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഉപവാസ ധ്യാനം ജൂലൈ മാസം 21 മുതൽ ഓഗസ്റ്റ് മാസം 11 വരെയാണ്. നിങ്ങളതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. താല്പര്യമുള്ളവർ അതിന് മുമ്പുള്ള ഓൺലൈൻ ധ്യാനവും ഉണ്ട്. ആ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്കാണ്. അത് ജൂലൈ 11, 12, 13 തീയതികളിലാണ്. ദയവായിട്ട് അതിൽ പങ്കെടുക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദേശത്തിൻ്റെ പുറകിലുള്ള ഞങ്ങളുടെ ബ്രൗസർ, അതിനകത്ത് എന്തെല്ലാം ശുശ്രൂഷയാണുള്ളതെന്നുള്ളത്, മദർ മേരി മിനിസ്ട്രിയെക്കുറിച്ചും മരിയാശ്രമത്തെക്കുറിച്ചും ഒക്കെ അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാകും. നിങ്ങൾ ദയവായിട്ട് അത് കാണുകയും വായിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുന്നു. ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ പങ്കെടുക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്തതിനെല്ലാം നന്ദി പറയുന്നു. നിങ്ങൾ ഉപയോഗിച്ച എല്ലാ ഉപകരണങ്ങളും വിശദീകരിക്കപ്പെട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയൻ വരുമേ, പ്രിയൻ വരുമേ, രാജാതി രാജാവായി വരുമേ, കർത്താതി കർത്താവായി വരുമേ. പ്രിയൻ വരുമേ, പ്രിയൻ വരുമേ, രാജാതി രാജാവായി വരുമേ, കർത്താതി കർത്താവായി വരുമേ.
വസിച്ചിടും കോട്ടമില്ലാ നാട്ടിൽ ഞാൻ താതൻ സവിധേ വസിച്ചിടും